ഹലോ ഗായ്സ്, കുറേ നാൾക്ക് ശേഷമാണ് ഇന്നൊരു വീഡിയോ ഇടുന്നത്. നേരത്തെ ഇട്ടിരുന്ന വീഡിയോസൊക്കെ ഷോർട്ട് വീഡിയോസ് ആയിരുന്നു. ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ക്രിസ്മസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? വീഡിയോ എടുക്കുന്നത് ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള വീക്കിലെ മൺഡേ ആണ്. ചെറിയൊരു ക്ലീനിങ് വീഡിയോ ആണ് ഇന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. റൂമൊക്കെ നല്ല മെസ്സി ആയിരുന്നു. അതൊക്കെ ഒന്ന് വേഗം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത്രയും നാളും വീഡിയോ ഇടാതിരുന്നത്, ലാസ്റ്റ് വീഡിയോ ഇട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും സൈനസൈറ്റീസ് വന്നു. അതിൻ്റെ നല്ല പെയിൻ ഉണ്ടായിരുന്നു. സംസാരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നല്ല വേദനയായി മാറിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അത് കുറഞ്ഞപ്പോഴത്തേനും മടിയായി. അത് കാരണമാണ് വീഡിയോസൊന്നും പിന്നെ ഇടാതിരുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് നല്ല തിരക്കായിരുന്നു. അത് കാരണമാണ് റൂമും അടുക്കളയൊക്കെ ഇത്രയും വൃത്തികേടാവാൻ കാരണം. നിങ്ങൾക്ക് ഇതുപോലെ ക്ലീനിങ് ജോലികളൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണോ? എനിക്ക് മൈൻഡൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ക്ലീനിങ് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. കാരണം അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒരു ചെറിയ ആശ്വാസം കിട്ടാറുണ്ട്. ശേഷം അടുക്കള ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നലെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ അതിൻ്റേതായ സ്ഥാനത്ത് എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഇനി അതിനുശേഷം കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്യണം. വേസ്റ്റൊക്കെ വെച്ചാർന്ന പാത്രം അത് കളഞ്ഞ് ഒന്ന് പുറത്ത് വെച്ച് തന്നെ കഴുകി അടുക്കളയിലേക്ക് കൊണ്ടുപോവാണ്. ഒരുപാട് തുണി കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിൽ ഇടാം. അത് കഴുകി കഴിയുമ്പോഴത്തേനും അടുക്കളയിലെ പണിയൊക്കെ ഒന്ന് കഴിയും. എന്നിട്ട് അത് കൊണ്ടുപോയി വിരിച്ചിടാം. ഈ ദിവസത്തെ ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കാം. ഈ നീല ബേസിനിലേക്കാണ് അത് വെള്ളം വാഴാൻ വേണ്ടിയിട്ട് കഴുകി വയ്ക്കുന്നത്. അത് ആദ്യം തന്നെ ഒന്ന് സ്ക്രബ് ചെയ്ത് കഴുകി വയ്ക്കുക. അതൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞു. ഇനി കൗണ്ടർ ടോപ്പ് ഓരോ സൈഡിലെയും പതിയെ പതിയെ കഴുകി എടുക്കുക.
സ്റ്റവ് ഒന്ന് വൃത്തിയാക്കണം. അതാണെങ്കിൽ വറുകോരിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ എണ്ണയൊക്കെ തെറിച്ച് വീണ് ഭയങ്കര ഓയിലി ആയിട്ട് കിടക്കുമായിരുന്നു. അതൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് വൃത്തിയാക്കി എടുക്കണം. സ്റ്റവ് നമ്മൾ അപ്പം കുക്ക് ചെയ്ത് ഉടനെ തന്നെ വൃത്തിയാക്കുകയാണെങ്കിൽ ഒരുപാട് വൃത്തികേടാവാതെ ഇരിക്കും. ഇല്ലെങ്കിൽ അതിനകത്ത് ഈ കറുപ്പ് വന്നതൊക്കെ അത് പോവത്തില്ല. നമ്മളത് ഇട്ടാർന്നാൽ പിന്നെ അത് തേച്ച് കഴുകിയാലും ഒന്നും അത് പോവത്തില്ല. അപ്പം കഴുകുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇനി ഓരോരോ സൈഡിലെ സാധനങ്ങൾ മാറ്റി വെച്ച് അതാത് സൈഡ് തുടച്ച് വരാം. അങ്ങനെയാകുമ്പോൾ പണി എളുപ്പമാവും. ഈ ഭാഗങ്ങളൊക്കെ വൃത്തിയാർന്നാൽ തന്നെ അടുക്കള വൃത്തിയായ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് കാരണം വേഗം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ ആ എണ്ണമയൊക്കെ അവിടെ തന്നെ നിൽക്കും. വിൻഡോയുടെ സൈഡിലൊക്കെ കുപ്പികളിൽ ചെടി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി അവിടെയൊക്കെ ഒന്ന് കുഴച്ചെടുക്കാം. ഈ ബിയർ ബോട്ടിൽ ഇല്ലെങ്കിൽ കിട്ടുന്ന കുപ്പികൾ, ചില്ലി കുപ്പികളിൽ, ന്യൂട്ടെല്ലയുടെ കുപ്പി, അതിലൊക്കെയാണ് ഈ ചെടി വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ച്. ഇത് ഈ ലക്കി ബാമ്പു എന്ന് പറഞ്ഞ ചെടിയാണ്. അത് കാരണം ഇത് നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പരിചരണമൊന്നും വേണ്ട. അതിനാവശ്യത്തിന് വെള്ളം കിട്ടിയാൽ തന്നെ അത് നന്നായിട്ട് ഉണ്ടായി വരും. അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയ ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. യൂട്യൂബിലൊരു റെസിപ്പി കണ്ട് അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റായിരുന്നു. ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഉപ്പിട്ട് ഓയിലൊഴിച്ച് പാസ്ത വേവിക്കാൻ വെക്കാം. അത് വേവിച്ച് ഊറ്റി വയ്ക്കുക. പിന്നെ ഒരു പാനിലേക്ക് ഓയിലൊഴിച്ച് സവോള, തക്കാളി, ക്യാരറ്റ് അവയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഇഞ്ചി പേസ്റ്റ്, ബട്ടർ, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. പിന്നെ ആവശ്യത്തിന് മാത്രം കുറച്ച് മുളക് പൊടി ചേർക്കുക. പിന്നെ ചില്ലി സോസ്. പിന്നെ അതൊന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോഴത്തേനും അതിലേക്ക് ക്യാപ്സിക്കം ഇടുക. പിന്നെ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കുക. നമ്മുടെ ആവശ്യത്തിന് ഒഴിക്കാവുന്നതാണ്. അതിലേക്ക് വേവിച്ച് വെച്ച പാസ്ത ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ചീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം വെച്ചാൽ ചീസ് ഇടാവുന്നതാണ്. അത്രേ ഉള്ളൂ അതിൻ്റെ റെസിപ്പി. നല്ല ടേസ്റ്റാണ് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ. വൈറ്റ് സോസിൽ ഉണ്ടാക്കുന്ന പാസ്തേനേക്കാളും എനിക്ക് ഒരുപാട് ഇഷ്ടം ഇതാണ്. പിന്നെ അതേ പാനിൽ തന്നെ ഒരു പുളിച്ചയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും വാഷിംഗ് മെഷീനിലിട്ട് തുണിയൊക്കെ കഴുകി കിട്ടിയിട്ടുണ്ട്. അതിനി ടെറസിൽ കൊണ്ടുപോയി വിരിച്ച് വരണം. അത് വിരിച്ചിട്ട് വന്ന് വേഗം തന്നെ ഉച്ചത്തേനുള്ള ചോറ് അടുപ്പത്ത് വെച്ചു. അതിൻ്റെ ഒപ്പം കുറച്ച് ചിക്കൻ കൂടി വറുക്കാൻ വെച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.